Hey Siri, everything you want to know about Apple. Hi everyone, this is Abin from Evika. അങ്ങനെ നമ്മുടെ iOS 16.3ൻ്റെ ഡെവലപ്പർ ബീറ്റ 1 ഇപ്പോൾ റിലീസായിരിക്കുകയാണ്. ഈ ഒരു അപ്ഡേഷൻ വന്നിരിക്കുന്നത് 4.81 GB ഐഫോൺ 11ൽ. അത് പല ഡിവൈസിലും പല സൈസിലായിട്ടായിരിക്കും വരുന്നത്. ആ ഒരു കാര്യം നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ആപ്പിൾ iPadOS 16.3 ബീറ്റ 1 റിലീസ് ചെയ്യുന്നുണ്ട്. WatchOS 9.3 ബീറ്റ 1 റിലീസ് ചെയ്യുന്നുണ്ട്. macOS 13.2 ബീറ്റ 1 റിലീസ് ചെയ്യുന്നുണ്ട്. tvOS ആൻഡ് HomePodOS 16.3 ബീറ്റ 1 റിലീസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ പറയുന്ന iOS 16.3 ബീറ്റ 1ൻ്റെ വിശേഷങ്ങൾ പറയാൻ തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങൾ എല്ലാവരും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് വരുന്ന ഓരോ പുതിയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സ് ന്യൂസും വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്കും ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാൻ പറ്റും. തുറക്കം തന്നെ നമ്മുടെ ഈ അപ്ഡേഷൻ്റെ ബിൽ നമ്പർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ നേരെ സെറ്റിങ്സിലേക്ക് പോവാം. അവിടെ എബൌട്ട് ജനറലി പോയിട്ട് എബൌട്ട് സെക്ഷനിൽ പോവുക. നമ്മുടെ സോഫ്റ്റ് വേർഷൻ ടാപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും 20D5024E എന്ന്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഈ ഒരു ആൽഫബറ്റ് ഇ മാറി എയിലേക്ക് അടുക്കുമ്പോഴാണ് നമ്മൾ ഒഫീഷ്യൽ അപ്ഡേറ്റിൻ്റെ അടുത്തെത്തി എന്ന് ഉറപ്പിക്കാൻ പറ്റുന്നത്. അതൊരു 3-4 അപ്ഡേറ്റ്സൊക്കെ നമുക്ക് ചിലപ്പോൾ ബേറ്റയായിട്ട് കാണേണ്ടി വരും. അതേപോലെ പുതിയൊരു മോഡേൺ ഫേംവെയറിൻ്റെ അപ്ഡേഷനും ഈ ഒരു ബേറ്റയിൽ നമ്മുടെ എല്ലാ യൂസേഴ്സിനും വന്നിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ ഈ ഒരു അപ്ഡേഷനിൽ വന്ന മേജർ മാറ്റം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ആപ്പിൾ റിലീസ് ചെയ്ത ആ ഒരു സെക്യൂരിറ്റി അപ്ഡേറ്റ് ആണ്. ഈ ഒരു സെക്യൂരിറ്റിക്ക് നമ്മുടെ ഫിസിക്കൽ ഹാർഡ് ഡ്രൈവ് നമ്മുടെ ഫോണിൻ്റെ പാസ്കോഡായിട്ട് അല്ലെങ്കിൽ ഒരു വെരിഫിക്കേഷൻ കോഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു അഡ്വാൻസ് ഡാറ്റ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള ഒരു സ്റ്റെപ്പ് തന്നെയാണ് ഈ ഒരു 2 ഫാക്ടർ ഒതൻറ്റിക്കേഷൻ ഒരു ഹാർഡ്വെയർ ആയിട്ട് ചേഞ്ച് ചെയ്യുന്നത്. ഇത് എവിടെയാണ് നമ്മൾ ആക്സസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സെറ്റിങ്സിലേക്ക് പോവുക. നമ്മുടെ ആപ്പിൾ ഐഡിയിൽ ടാപ്പ് ചെയ്തിട്ട് പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റി എന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക. ഈ ഒരു പാസ്വേഡ് ആൻഡ് സെക്യൂരിറ്റിയിൽ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ഫിസിക്കൽ സെക്യൂരിറ്റി കീ പ്രൊവൈഡ്സ് എ സ്ട്രോങ് ഫോം ഓഫ് 2 ഫാക്ടർ ഒതൻറ്റിക്കേഷൻ എന്ന് എഴുതിയിരിക്കുന്നത്. ഈ ഒരു ആഡ് സെക്യൂരിറ്റി കീസിൽ ടാപ്പ് ചെയ്യുമ്പോൾ എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഈ ഒരു സിനാരിയോയിൽ ഒരു ഫിസിക്കൽ കീ ആയിട്ട് നമ്മുടെ ഏതെങ്കിലും ഒരു USB-Cയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫിസിക്കൽ ഡ്രൈവ് നമ്മുടെ NFC ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഡിവൈസുകളുടെ സെക്യൂരിറ്റി കീ ആയിട്ട് മാറ്റാൻ പറ്റുന്നതാണ്. യൂഷ്വലി നമുക്ക് എന്തെങ്കിലും കോഡായിരിക്കും, വെരിഫിക്കേഷൻ കോഡ്, OTP പോലെ ഒരു വെരിഫിക്കേഷൻ കോഡായിരിക്കും നമുക്ക് പൊതുവെ വരാറ്. പക്ഷേ ഇനി മുതൽ നമുക്ക് വേണമെങ്കിൽ ശ്രദ്ധിക്കുക, വേണമെങ്കിൽ ഒരു ഹാർഡ് ഡ്രൈവ് നമ്മുടെ USB ഒക്കെ പോലെ ഒരു ഹാർഡ് ഡ്രൈവ് NFC ഉള്ള USB ഡ്രൈവ് പോലത്തെ ഹാർഡ് ഡ്രൈവ് നമ്മുടെ സെക്യൂരിറ്റി കീ ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു സെക്യൂരിറ്റി കീ നമ്മുടെ ആ ഒരു ഹാർഡ്വെയറിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ടാപ്പ് ചെയ്താൽ മാത്രമാണ് ഈ ഒരു വെരിഫിക്കേഷൻ കോഡ് നമുക്ക് അൺലോക്ക് ആവുന്നതും നമ്മുടെ സെക്യൂരിറ്റി കാര്യങ്ങളും എല്ലാം ബ്രീച്ച് ചെയ്യാതെ നമുക്ക് ആക്സസ് ചെയ്യാനും പറ്റുള്ളൂ. അത്യാവശ്യം നല്ല രീതിക്കുള്ള ഒരു സെക്യൂരിറ്റി അപ്ഡേറ്റ് ആണ് ഈ പറയുന്നത്. പക്ഷേ എനിക്കൊരു ഡൗട്ടുള്ളത്, ഈ ഒരു പറയുന്ന ഫിസിക്കൽ ഡ്രൈവ് മിസ്സായ എന്ത് ചെയ്യും? ചിലപ്പോൾ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാവും, നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യം വരുന്ന സെക്യൂരിറ്റി ആൻഡ് പാസ്കോഡിൽ വരുന്ന മാറ്റം. അടുത്ത വന്ന മാറ്റം നമ്മുടെ iOS 16.2ൽ വന്നായിരുന്നു. പക്ഷേ 16.3ൽ ആപ്പിൾ കുറച്ചും കൂടെ അത് പുഷ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ആപ്പിൾ മ്യൂസിക് സിങ് എന്ന് പറയുന്നത്. ആപ്പിൾ മ്യൂസിക് നമ്മൾ ആദ്യമായിട്ട് എടുക്കുമ്പോൾ വരുന്ന സ്പ്ലാഷ് സ്ക്രീനാണ് ഈ വരുന്നത് ബെൽറ്റ് റാപ്പിഡ് സിങ് ഇറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ആപ്പിൾ മ്യൂസിക് ഈ പറഞ്ഞ കരോക്കേക്ക് കുറച്ചും കൂടെ പുഷാണ് iOS 16.3ൽ കൊടുക്കുന്നത്. നമ്മുടെ ഈ ഒരു ബ്രൗസ് എന്ന ഓപ്ഷൻ നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ ഈ ഒരു ആപ്പിൾ മ്യൂസിക് സിങ്ങിന് വേണ്ടി മാത്രം ഒരു പുതിയ പ്ലേലിസ്റ്റ് ആപ്പിൾ ഇപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇവിടെ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ആപ്പിൾ മാത്രം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫുൾ ഫ്ലെജ് ഡീറ്റെയിൽഡ് വീഡിയോ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമുക്കിപ്പോൾ കാണാം ഹൗ ടു യൂസ് ആപ്പിൾ മ്യൂസിക് സിങ് എന്നിട്ടുള്ള ഒരു പാട്ടിൻ്റെ അല്ലെങ്കിൽ ഒരു വീഡിയോയുടെ ഓപ്ഷൻ ഓട്ടോമാറ്റിക്കലി നമുക്ക് വന്നിട്ടുണ്ട്. ഇവിടെ സ്റ്റാർട്ട് സിംഗ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആപ്പിൾ മ്യൂസിക്കിൻ്റെ ഒരു പ്ലേലിസ്റ്റും അതിനനുസരിച്ചുള്ള പാട്ടുകളും എല്ലാം നമുക്ക് ലഭിക്കുന്നതാണ്. ഈ ഒരു പാട്ട് നമ്മളെടുക്കുകയാണെങ്കിൽ കരോക്കെ ആയിട്ട് നമുക്ക് പാടാനുള്ള പ്ലേലിസ്റ്റാണ് ആപ്പിൾ ഇപ്പോൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ബാക്കി എല്ലാ സോങ്സുകളിലും പതുക്കെ ആപ്പിൾ അത് പുഷ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ ബഗ് ഫിക്സസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആപ്പിൾ ഇപ്പോഴും ഈ ഒരു അപ്ഡേഷനിൽ കൊണ്ടുവരുന്ന ബഗ് ഫിക്സ് എന്താണെന്ന് ആർക്കും അറിയില്ല. കാരണം നമ്മുടെ ഫീഡ്ബാക്ക് ആപ്പിൽ പോയി കഴിഞ്ഞാൽ
നമ്മുടെ ഈ ഒരു റിലീസ് നോട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ റീസെൻ്റ് ആക്ടിവിറ്റി ടാപ്പ് ചെയ്യുക, iPadOS and iOS 16.3 നോക്കുമ്പോൾ there are no new notes for this beta software update എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തൊക്കെ ബഗ് ഫിക്സ് ആണ്, ഏതൊക്കെ ബഗ്ഗുകളാണ് എന്ന് മനസ്സിലാക്കാൻ ഇപ്പോഴും സാധിക്കില്ല. ബഗ്ഗുകളുടെ കാര്യങ്ങൾ പറയണമെങ്കിൽ സ്റ്റോറേജ് ബഗ് പൊതുവേ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ചില കൂട്ടുകാർക്കും പൊതുവേ ഉള്ളതുകൊണ്ട് അത് വേണമെങ്കിൽ പറയാം. അല്ലാത്ത ബഗ്ഗുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അറിയില്ല. അത് ഈ ഒരു വരും ദിവസങ്ങളിൽ നമ്മുടെ ഫോൺ യൂസ് ചെയ്യുമ്പോൾ മാത്രമാണ് ഏതൊക്കെ ബഗ്ഗാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല രീതിക്ക് സ്മൂത്താണ്. അതായത് 16.2-നെക്കാട്ടും കുറച്ചും കൂടെ സ്മൂത്തായ പോലെയാണ് എനിക്ക് ഇപ്പോൾ ഈ ഒരു ബീറ്റയിൽ ഫീൽ ചെയ്യുന്നത്. ബാറ്ററിയുടെ കാര്യങ്ങൾ പറയുമ്പോഴും ചൂടോ കാര്യങ്ങളോ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ സൈഡ് ബാറിലും ബാറ്ററി മൊഡ്യൂളിൻ്റെ ഭാഗത്തും ചൂട് ഫീൽ ചെയ്യുന്നില്ല. കുറച്ചും കൂടെ നല്ല തേർമൽ മാനേജ്മെൻറ്റ് എനിക്ക് ഈ ഒരു ഡിവൈസിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ബാറ്ററി പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ എപ്പോഴും എൻ്റെ കൂട്ടുകാരോട് പറയാറുണ്ട്, ഒരു അപ്ഡേഷൻ കഴിഞ്ഞാൽ അന്ന് തന്നെ നമ്മുടെ എല്ലാ കൂട്ടുകാരും ചോദിക്കുന്ന ഡൗട്ടാണ്, എങ്ങനെയാണ് ബാറ്ററി പെർഫോമൻസ്, എന്താണ് ബാറ്ററി പെർഫോമൻസ്. ഈ ഒരു ബാറ്ററി പെർഫോമൻസ് നമുക്ക് അറിയണമെങ്കിൽ നല്ല രീതിക്ക് ആ ഒരു ഡിവൈസ് നമ്മൾ യൂസ് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു ബാറ്ററി ലോഗ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഞാൻ മോർണിംഗ് ഒരു 12:30 കുത്തിയിട്ടപ്പോൾ ഓട്ടോമാറ്റിക്കലി എൻ്റെ ഫോൺ ബാറ്ററി ചാർജിങ് പോസ് ചെയ്തു. അതിനുശേഷം ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കും, ഒരു 2:30-3 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് ചാർജ് കയറാൻ തുടങ്ങിയത്. ഇത് ചാർജ് കയറാൻ തുടങ്ങിയിട്ട് പിന്നീട് ഒരു 6 മണിയായപ്പോൾ ഞാൻ എഴുന്നേറ്റു. എന്നിട്ട് ഞാൻ പ്ലഗ് ഓഫ് ചെയ്തു. ഞാൻ ഇത്രയും നേരം യൂസ് ചെയ്തിട്ടും ബാറ്ററി ചാർജ് ചെയ്തിട്ടുള്ള അത്യാവശ്യം നല്ല രീതിക്കുള്ള ബാറ്ററി പെർഫോമൻസ് എനിക്ക് ഈ ഡിവൈസിന് കിട്ടുന്നുണ്ട്. വിത്ത് എവിഡൻസ് ഞാൻ കാണിച്ചിരുന്നത് കുറച്ചും കൂടെ എൻ്റെ കൂട്ടുകാർക്ക് വിശ്വാസം ആയിക്കോട്ടെ എന്ന് കരുതാൻ വേണ്ടിയാണ്. ഇപ്പോൾ എൻ്റെ സ്ക്രീൻ ഓൺ ടൈം എന്ന് പറയുന്നത് 4 മണിക്കൂറും 35 മിനിറ്റുമാണ്. സ്ക്രീൻ ഓഫ് ടൈം എന്ന് പറയുന്നത് 1 മണിക്കൂറും 36 മിനിറ്റുമാണ്. ഞാൻ എൻ്റെ എല്ലാ ആക്ടിവിറ്റീസും കാണിക്കുന്നത് ഈ ഒരു ഡിവൈസിൽ തന്നെയാണ്. വേറെ സെക്കൻഡറി ഡിവൈസ് ഉണ്ടെങ്കിലും എല്ലാ പ്രൈമറി കാര്യങ്ങളും ചെയ്യുന്നത് ഈ iPhone 11-ലാണ്. എൻ്റെ ബാറ്ററി പെർസെൻറ്റേജ് നോക്കുമ്പോൾ ഇപ്പോഴും 87% എൻ്റെ ബാറ്ററി പെർഫോമൻസ് എനിക്ക് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല രീതിക്കുള്ള ഡീസൻ്റായ ഒരു ബാറ്ററി ബാക്കപ്പും ഡിവൈസിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു iOS 16.3-ൻ്റെ ഡെവലപ്പർ ബീറ്റ 1-ൽ നമുക്ക് വരുന്ന പുതിയ വിശേഷങ്ങളെന്ന് പറയുന്നത്. കുറേയധികം മാറ്റങ്ങളോ ബഗ് ഫിക്സോ ബഗ്ഗോ ഉണ്ടെങ്കിലും നമുക്ക് ഇപ്പോഴും അത് എന്തൊക്കെയാണെന്ന് മനസ്സിലായിട്ടുള്ള ആപ്പിൾ അത് റിലീസ് ചെയ്തിട്ടില്ല. നമുക്കിപ്പോൾ വന്നിരിക്കുന്ന ഇൻഫോർമേഷൻസ് ഒക്കെയാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുള്ളാണെന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റോ സജഷൻസോ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ തൊട്ട് താഴത്ത് കമൻറ്റും ചെയ്യുക. പിന്നീട് ഞാൻ നിങ്ങളെ ഒന്നും കൂടെ നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് വരുന്ന ഓരോ പുതിയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സും ന്യൂസും വാൾപേപ്പേഴ്സും നിങ്ങൾക്കറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാൻ പറ്റും. അതല്ല നിങ്ങൾക്കിപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴി അപ്ഡേഷൻസ് വേണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID ഞാൻ തൊട്ട് താഴത്ത് കൊടുക്കുന്നുണ്ട്. Go follow me in Instagram too. And thank you so much for watching this whole video. This is Abin Xavier signing from Evika.